നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഒടുവിൽ രാജീവ് യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ്. വൈജയന്തിക്ക് കട്ടക്കലിപ്പുണ്ടായിരുന്നു. കാരണം ഇതുവരെ ആയിട്ട് ബാലേന്ദ്രനോ കൃഷ്ണമോളോ തിരികെ വരാത്തോണ്ട്. ഇതേ സമയത്ത് രേവതിക്കുട്ടി എന്ത് ചെയ്തു? രാവിലെ പുറത്തു പോകാൻ റെഡിയായിട്ട് വരുവാണ്. വന്നിട്ട് ഗ്രേസമ്മേനെ മാമച്ചനെ വിളിക്കുകയാണ്. ദേ അങ്കിളെ ആൻറ്റി ഒന്ന് ഇറങ്ങി വരുന്നുണ്ടോ? സമയം ഇത് എത്രയെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കുകയാണ്. അതെ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. പിന്നീട് രേവതിക്കുട്ടി ഫോൺ എടുത്ത് ഡയൽ ചെയ്യുവാണ്. പക്ഷേ രേവതിക്കുട്ടിക്കാണെങ്കിൽ ആരെയും വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കഥ തുറന്ന് ഗ്രേസമ്മയും മാമച്ചനും പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയത്ത് ഗ്രേസമ്മ നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി ഫോൺ വിളിക്കുന്ന കാഴ്ച കണ്ടേ. അല്ല നീ ഇത് ആരെയും വിളിച്ചോണ്ടിരിക്കണേ? അതെ ഞാൻ മനുവേണ്ണെ ബാലേന്ദ്ര സാറിനെയൊക്കെ ഒന്ന് വിളിച്ചോണ്ടിരിക്കുക. എന്നിട്ടോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ മുത്തശ്ശിയുടെ നമ്പറിലേക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അല്ലേ ഇപ്പൊ എന്തിനാ വിളിക്കണേ? അത് പിന്നെ ഒരു കാര്യമുണ്ട്. കാര്യം എന്ത് കാര്യം? ഒരു സന്തോഷ വാർത്തയല്ലേ, അപ്പൊ അത് പറയണ്ടേ? അലീൻ്റെ ചേച്ചിയോട് പറയാന്ന് വിചാരിച്ച് വിളിച്ചാ, പക്ഷെ കിട്ടുന്നുണ്ട് ഇല്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഒന്നുമല്ലേലും ഞാനേ ഇന്ന് ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് പോകല്ലേ, കോളേജിൽ ചേരാനായിട്ട് പോകല്ലേ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പം മാമച്ചൻ പറഞ്ഞു, അതിന് നിനക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ അഡ്മിഷൻ കിട്ടിയില്ലെന്നിടത്തുണ്ട്? നമ്മളിന്ന് അഡ്മിഷൻ എടുക്കാൻ പോവല്ലേ? അതിന് കിട്ടുമെന്ന് ഇപ്പൊ എന്താ ഉറപ്പിരിക്കണേ? ഇപ്പൊ അങ്ങനെയായോ? അപ്പം മാമച്ചനങ്ങളല്ലേ പറഞ്ഞേ, അങ്കിളുടെ പരിചയത്തിലുള്ള ഏതോ ഒരു ജേക്കബ് സാറുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഓക്കെ ആക്കി വെച്ചിരിക്കുക, അങ്ങോട്ട് ചെന്നാൽ മാത്രം മതിയെന്ന്. ഗ്രേസം പറഞ്ഞു, അതൊക്കെ പറഞ്ഞായിരുന്നു, എന്നാലും ഒരു ഉറപ്പില്ലല്ലോ. മാമച്ചൻ പറഞ്ഞു, അല്ല ഇവൾക്ക് അതിന് കോളേജിൽ പഠിക്കാനുള്ള യോഗ്യത ഉണ്ടോന്ന് നമ്മൾ നോക്കിയേ ഗ്രേസമ്മേ? ഇല്ലില്ല. ഇവള് +2 ഗുസ്തിയാന്ന് പറയുന്നുണ്ട്. +2 തോറ്റ് തുന്നം പാടിക്കിടക്കണമെന്ന് ആര് കണ്ടു? അത് കേട്ട് കഴിഞ്ഞപ്പം രേവതിക്കുട്ടി എന്ത് ചെയ്തു? അവിടെ ഇരിക്കുന്ന ഫയലും എടുത്തു. അതെ ഇതിനകത്ത് പിന്നെ എന്താന്ന് ഓർത്തായിരിക്കുന്നേ? ഗ്രേസമ്മാൻ്റെ അന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഫയലൊക്കെ എടുത്ത് കാണിച്ചല്ലേ. അന്ന് ആ മത്തങ്ങ കണ്ണും വെച്ച് നോക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്താ കണ്ടില്ലായിരുന്നോ? കണ്ണിനകത്തുനിന്ന് ആ കാഴ്ചയൊക്കെ അങ്ങോട്ട് മറഞ്ഞു പോയോ? ഇത് കേട്ടപ്പോൾ ഗ്രേസമ്മ മാമച്ചനെ നോക്കി. ഞാൻ +2 എല്ലാ വിഷയത്തിനും A+ ആയിരുന്നു എനിക്ക് +2 ഉണ്ടായിരുന്നേ. ഞാൻ നല്ല ഒന്നാം തരമായിട്ട് പഠിക്കുമായിരുന്നു. ക്ലാസ്സിൽ നല്ല ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇത് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ആര് പറയണം? ഈ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ സ്വന്തമായിട്ട് എഴുതി കുത്തിയൊന്നും ഉണ്ടാക്കിയതൊന്നും അല്ല. ഇത് കൊണ്ട് കാണിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അവർ പറയും. എന്തു പറയുന്നു? അഡ്മിഷൻ ഗ്രാൻഡഡ് എന്ന്. നമുക്ക് കണ്ടറിയാം, പോയി നോക്കാന്നൊക്കെ പറയണ. രേവതിക്കുട്ടി ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. ഗ്രേസമ്മയ്ക്കും മാമച്ചനും ചിരി വരുന്നുണ്ടായിരുന്നു. അവിടെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളുടെ ആ സംസാരം കേൾക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. അതിനുശേഷം അവർ കോളേജിലേക്ക് ചെന്നു. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് മാമച്ചൻ പേരൊക്കെ പറഞ്ഞു. അതെ ഞാൻ മൈക്കിൾ ജോസഫ്. മനസ്സിലായി. ആ ജേക്കബ് സാറ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരിക്കാനൊക്കെ പറയാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് രേവതിക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചു. രേവതിക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു. അതൊക്കെ നോക്കി. സർട്ടിഫിക്കറ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. കാരണം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ചോദിച്ചു, അല്ല എത്ര നാളായി പഠനം നിർത്തിയിട്ടെന്ന് ചോദിക്കണം. 1 വർഷം മോളെയെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, ഈ സമയത്ത് അങ്ങനെ അഡ്മിഷൻ കൊടുക്കുന്നില്ലാത്തതാണ്. കാരണം ഈ സമയത്ത് അൺടൈം ആണല്ലോ, ഈ സമയത്ത് അങ്ങനെ കൊടുക്കത്തില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും പ്രിൻസിപ്പൾ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ജേക്കബ് സാറ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സമയത്ത് ഗ്രേസം വെച്ചു, അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ ലാസ്റ്റ് വീക്ക് 2nd സെമസ്റ്റർ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ സെമസ്റ്റർ എക്സാം ഒന്നും എഴുതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് അരിയറായിട്ട് എഴുതിയെടുക്കേണ്ടതായിട്ട് വരും. കാരണം ആബ്സെൻ്റ് ആയിരുന്നു കാണിച്ചിട്ട് ആ എക്സാമും കൂടി എഴുതണം. അപ്പോൾ ഇനിയിപ്പോൾ 1st സെമസ്റ്റർ 2nd സെമസ്റ്റർ ഒരുമിച്ച് എഴുതേണ്ടതായിട്ട് വരും. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ ഇവിടുന്ന് പെർമിഷൻ കിട്ടിയെന്ന് പറഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർമിഷൻ കിട്ടണം. അതിനുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ നോക്കണമെന്ന് പറയണം. അങ്ങനെ അതെല്ലാം മാമച്ച ശരിയായി കൊടുത്തോളാന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല ഈ കുട്ടിയുടെ അച്ഛനും അമ്മയെന്ന് ചോദിക്കുകയാണ്. അവരും മരിച്ചുപോയി. ഇപ്പോഴും ഞങ്ങളാണ് ലീഗൽ ഗാർഡിയൻ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും അതെല്ലാം കൂടെ ശരിയാക്കി തരണമെന്ന് പറയാം. എല്ലാം അങ്ങനെ ഓക്കെ ആക്കി. രേവതിക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പ്രിൻസിപ്പൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, 2 സെമസ്റ്റർ ഒരുമിച്ച് എഴുതിയെടുക്കാന്ന് പറഞ്ഞാൽ ഇത്രയും നാളും കോളേജിൽ പോയിരുന്നിട്ട് പെട്ടെന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നന്നായിട്ട് ഉത്സാഹിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ രേവതിക്കുട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു തന്നെ കൊണ്ട് അത് സാധിക്കും എന്നുള്ള കാര്യം. അപ്പോൾ രേവതിക്കുട്ടി ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. ഞാൻ നന്നായിട്ട് പഠിച്ച് അത് എഴുതിക്കോളാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബബിത ഫോൺ ചെയ്തുകൊണ്ട് സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് ഒരു കാറ് നിൽക്കുന്നത്. കാറിനകത്തുനിന്ന് അലീനയും ബാലേന്ദ്രനും കൃഷ്ണമോളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. ബബിത ഓടി അകത്തേക്ക് പോയി. വൈജിയോട് പറഞ്ഞു, അമ്മേ അവർ വന്നെന്ന് പറയണം. ആര്? അച്ഛനും കൃഷ്ണമൊക്കെ. പിന്നെയോ ആ അലീനയും ഉണ്ടെന്ന് പറയണം. അലീനയോ? അവളും ഉണ്ടോ? അതെ.
അവള് വരട്ടെ, അവളിനി ഞാൻ അടിച്ചിറക്കിയിട്ടുള്ളൂ, കുറ്റിച്ചൂലെടുത്ത് ഞാൻ അടിച്ചിറക്കുമെന്ന് പറയണം. അതേ അമ്മേ, വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അമ്മയ്ക്ക് തല്ല് കിട്ടും, തല്ല് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. വേണ്ടമ്മേ, ഒരു വഴക്കിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ബബിത കയ്യെ കയറി പിടിച്ച് വൈജയന്തിയുടെ. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രനൊക്കെ അവിടെ കയറി വരുവാണ്. ഈ സമയത്ത് കൃഷ്ണമോളും അലീനയും ബാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് ഡ്രസ്സ് കണ്ടിട്ട് അലീന ചോദിച്ചു, നീ എൻ്റെ ഡ്രസ്സ് ഇട്ടണ കയറി ചെന്നാൽ പ്രശ്നം ഉണ്ടാക്കുമോ? പ്രശ്നം ഉണ്ടാക്കിയാലും ശരി, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ ഇനി ഈ ഡ്രസ്സ് അലീന ചേച്ചിക്ക് തരാൻ പോകുന്നില്ല, ഇതെൻ്റെ സ്വന്തമായിട്ടോന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരും കൂടെ കയറി വരുവാണ്. അകത്തേക്ക് ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജി ഇങ്ങനെ രോഷമായിട്ട് ബാലേന്ദ്രനെ നോക്കുക. അലീന ഇങ്ങനെ വാതക്കപ്പോൾ തന്നെ വന്ന് നിൽക്കുകയാണ്. കൃഷ്ണമോളും ഉണ്ട്. ഈ സമയത്ത് വൈജയന്തിയെ നോക്കിക്കൊണ്ട് ബാലേന്ദ്രൻ പറഞ്ഞു, ദേ നിന്റെ അഹങ്കാരം കൊണ്ട് നീ ഇറക്കി വിട്ടതാ ഇവളെ. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഇവളെ ഒരു മകളെപ്പോലെ സ്നേഹിച്ച് ഇവിടെ നിർത്താൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നിന്റെ ഇവിടുത്തെ ജീവിതം ഭയങ്കര ദുരിതമായിരിക്കും എന്ന് പറഞ്ഞു. ഇവളെ മകളെപ്പോലെ സ്നേഹിക്കാവുന്നവർ മാത്രം ഇവിടെ മതി എന്ന് പറയണം. അപ്പോഴേക്കും നല്ല ദേഷ്യമായി പോയി വൈജയന്തിക്ക്. വൈജയന്തി പറഞ്ഞു, അതെ അതിനെന്താണല്ലോ എനിക്ക് പറ്റില്ല, എൻ്റെ ജീവിതം ഇച്ചിരി ദുരിതമായാലും എനിക്കത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രന് മനസ്സിലായി വൈജയന്തി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന്. ഈ സമയത്ത് അലീനയെ നോക്കിക്കൊണ്ട് ബാലേന്ദ്രൻ വിളിച്ചു. അലീന വരാൻ പറയണം. അങ്ങനെ ബാലേന്ദ്രന്റെ പിന്നാലെ അലീന പോയി. ഈ സമയത്ത് കൃഷ്ണമോള് വന്നിട്ട് വൈജയന്തി പറഞ്ഞു, അമ്മേ വെറുതെ അച്ഛനെ വെല്ലു വിളിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കണ്ട. വെല്ലു വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മയെ തോറ്റു പോവുള്ളൂ. അമ്മ എന്താണെങ്കിലും തോൽവിയുടെ പടുകുഴിയിലേക്ക് പോയി വീഴും എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളും കൂടെ അങ്ങോട്ട് പോയി. വൈജയന്തി അത് ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. കാരണം തടിയേറ്റ പോലെ വൈജയന്തി നിൽക്കുക. ബാലേന്ദ്രൻ അലീനയും കൂട്ടിക്കൊണ്ട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് ചെല്ലുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ട് അലീനയെ നോക്കണം. ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ നോക്കണേ? ഇവിടുന്ന് ഇറങ്ങിപ്പോയ അലീന തന്നെ, അവൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, നിനക്ക് എന്താ കണ്ണ് കണ്ടുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ബാല? എനിക്ക് ഇവളെ കണ്ടാൽ മനസ്സിലാവത്തില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നെങ്കിൽ നിങ്ങളും കൂടെ ചേർന്നിട്ട് ഇവളെ ഇറക്കി വിടുവോ? ഞാൻ ഇറക്കി വിട്ടെന്നോ? ഈ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന ഞാൻ എങ്ങനെയാടാ ഇവളെ ഇറക്കി വിടുന്നേ? എന്നാലും നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചില്ലേ ഇറക്കി വിടാനായിട്ട്. അപ്പൊ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങളുടെ ആൺമക്കളുണ്ടല്ലോ സിംഗപ്പൂർ കിടക്കുന്നു, ദുബായി കിടക്കുന്നൊക്കെ, അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു വേണം, ഇത് നെടുമ്പുരയ്ക്ക് ബാലേന്ദ്രന്റെ വീടാണ്, ഇവിടെ കയറി കളിക്കാൻ വരില്ലെന്ന്. അത് മാത്രമല്ല നിങ്ങളുടെ മകളുണ്ടല്ലോ വൈജ, അവളോടും കൂടെ പറഞ്ഞിരിക്കണം, ഇത് കൈതക്കൽ മാളി വീടല്ലെന്നുള്ള ഓർമ്മ എപ്പോഴും അവൾക്കുണ്ടായിരിക്കണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുത്തശ്ശി നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശിയോട് ചോദിച്ചു, അല്ല ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എൻ്റെ ബാല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്കിത് എന്തു പറ്റി? കൈതക്കൽ മാളി വീടിൻ്റെ അടുക്കളപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് നിനക്ക് എത്ര വട്ടം ഞാൻ ആഹാരം വിളമ്പി തന്നിട്ടുണ്ട്. അതൊന്നും കൂടുതൽ പറയാതിരിക്കുന്ന ഭേദം. വിളമ്പി തന്നതും തിന്നതും തീറ്റിച്ചതും എൻ്റെ അണ്ണാക്കിലേക്ക് ഉരുട്ടി വിഴുങ്ങി തന്നതൊക്കെ എനിക്കത് ഒട്ടും മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ബാലേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാ നല്ലത്. പിന്നെ ഇവളെ അലീന, അലീനയെക്കുറിച്ച് അറിയാലോ, എല്ലാവരും കൂടെ ഇവളെ പുറത്താക്കി. പക്ഷേ എനിക്ക് അങ്ങനെ ഇവളെ പുറത്താക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. എന്നെ വെല്ലുവിളിച്ച ഇവിടെ വൈജയുണ്ട്. പക്ഷേ അവള് മര്യാദയ്ക്ക് നിൽക്കുവാണെങ്കിൽ അവൾക്ക് കൊള്ളാം. അല്ല നിങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കിയേ. ആ കൊല്ലപ്പള്ളി വീട്ടില് സ്വന്തം മരുമോൾക്കും മകനും പോലും വേണ്ടാത്ത രീതിയിൽ കിടന്നല്ലേ. ഒടുവില് ഞാനാണ് കുറച്ചു കാലമെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയോട് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. എന്നിട്ടോ നോക്കാനായിട്ട് നല്ലൊരു പെങ്കൊച്ചിനെ തന്നു. ഒടുവില് നല്ല ആരോഗ്യമൊക്കെ വീണ്ടെടുത്തില്ലേ. നിങ്ങളിപ്പോൾ അവിടെയായിരുന്നേ പണ്ടേ മുകളിലേക്ക് പോയനം. അത് മാത്രമാണോ? അമ്മയെ സുഖപ്പെടുത്തിയ പെൺകുട്ടിയോട് നന്ദി വാക്ക് പറയുന്നതിന് പകരം അവൾക്ക് ഇച്ചിരി തൊലിവെളുപ്പുണ്ടായി പോയെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കുറ്റപ്പെടുത്താനാ നിങ്ങളുടെ മോള് തന്നെ. അവളോട് പറഞ്ഞോണം, ഇത് കൈതക്കൽ മാളി വീടല്ല, ബാലേന്ദ്രനാണ് ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കണേന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യം പിടിപ്പിക്കുവാണ്. ദേഷ്യം പിടിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം. അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ നോക്കി. പിന്നീട് ബാലേന്ദ്രനും കൂടെ ഇറങ്ങാൻ നേരത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഇവള് പഴയ വേലക്കാരിയൊന്നുമല്ല, ഇവളെ നെടുമ്പുരയ്ക്കൽ ബാലേന്ദ്രന്റെ മൂത്ത മകളാ. ആ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം. അല്ലാതെ ഇനി ഇവളെ വേലക്കാരിയായിട്ട് കാണല്ലേ. അത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ മുഖത്ത് ഒരു സന്തോഷമൊക്കെ ഉണ്ടായി. ജോലിക്കാരി എന്നും പറഞ്ഞുകൊണ്ട് ഇവളെ ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി പറയാം എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഇതേ സമയത്ത് രോഹിത്തൊക്കെ ഹാളിലേക്ക് ഇറങ്ങി വരണം. ബബിതയും വൈജയും രോഹിത്തും എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. കൃഷ്ണബോളും ഉണ്ട്. കൃഷ്ണബോളും മുറിക്കകത്തേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നില്ല. കൃഷ്ണബോളെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് രോഹിത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ രോഹിത് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറയണം. രോഹിത് അങ്ങോട്ട് വന്നു. അതെ, ആ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി താഴെ ഇറങ്ങി വന്ന് നിൽക്കാൻ പറയണം. അങ്ങനെ ഒടുവിൽ രോഹിത്ത് അവിടെ വന്ന് ഇറങ്ങിന്നു. ബബിതേനയും കൂടെ വിളിച്ചു.
രണ്ടുപേരുടെ അടുത്തേക്ക് എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ ആരാന്നറിയാവോ? ബബിത പറഞ്ഞു, അച്ഛൻ. അതറിയാലോ. അല്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ? അച്ഛനാന്ന് പറഞ്ഞു. ആ ഒരു ഓർമ്മയെങ്കിലും ഉണ്ടല്ലോ. അല്ല, നിങ്ങളുടെ മെഡിക്കൽ കെയർ, ഫീസ്, ഡ്രസ്സ്, ഫുഡ് എന്ന് വേണ്ട സർവ്വ കാര്യങ്ങളും നോക്കുന്നത് ഞാനല്ലേ. ഈ കുടുംബത്തിന്റെ നാഥനാരാ? അച്ഛനാ. അങ്ങനെ ഒരു ബോധം ഉണ്ടല്ലോ എൻ്റെ മക്കൾക്ക്. എന്നിട്ടാണോ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അതുപോലത്തെ പരിപാടി ചെയ്തേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബബിതോട്, ഞങ്ങളതിനൊന്നും ചെയ്തില്ല അച്ഛാ. എന്ത് ചെയ്തില്ലെന്ന്? ഒരു പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറിയത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നല്ലോ നിങ്ങൾ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ആ കൂടെ കൂടുകയും ചെയ്തില്ലേ? അത് കേട്ട് ഞാൻ ബബിത പറഞ്ഞു, അച്ഛാ പിന്നെ ഞങ്ങളത് രണ്ടാണുങ്ങൾ വന്ന് ഒരു പെൺകുട്ടിയെ ബലമായി പിടിച്ച് പുറത്തള്ളുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ കാഴ്ചക്കാരെ പോലെ നോക്കി നിന്നു. പക്ഷെ നിങ്ങൾക്ക് പറയായിരുന്നു, എൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു. നിങ്ങളത് പറഞ്ഞോ? ഇല്ലല്ലോ. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭവിതയ്ക്കും രോഗത്തിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വൈജയന്തി ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുവാണ് ബാലേന്ദ്രനെ. പക്ഷെ ബാലേന്ദ്രൻ ഒന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാൻ, പക്ഷേ എങ്കിൽ ചോറ് ഇവിടെ കൂറ് ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് നിനക്കൊക്കെ ഇപ്പോഴും പ്രിയ നിന്റെയൊക്കെ അമ്മാവന്മാരോടല്ലേ, കാണിച്ചരാ എന്നും പറഞ്ഞുകൊണ്ട് രൂക്ഷമായിട്ട് അവരെ നോക്കണം. അപ്പോഴേക്കും രണ്ടുപേരും പേടിച്ച് പറിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.